കുറച്ച് മാസം മുമ്പ് ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടിട്ട് ഇതെന്താണ് BH രജിസ്ട്രേഷൻ, എല്ലാവരും ഇത് എടുക്കാനായിട്ട് എലിജിബിൾ ആണോ എന്നൊരാൾ ചോദിച്ചു കേട്ടോ. അല്ല, ആക്ച്വലി പല സംസ്ഥാനങ്ങളിൽ മാറി മാറി ജോലി ചെയ്യേണ്ടി വരുന്നവർക്ക് ഒരു ഉപകാരപ്രദമായിട്ട് നമ്മുടെ ഓരോ സ്റ്റേറ്റിൻ്റെയും രജിസ്റ്റർ അല്ലാതെ എല്ലാ സ്റ്റേറ്റിലേക്കും വണ്ടികൾ സുരക്ഷിതമായിട്ട് ഇന്ത്യയിലെമ്പാടും കൊണ്ടുപോകാനായിട്ട് സുരക്ഷിതമായിട്ട് നടത്തുന്ന ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സേവനമാണ് ഭാരത് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇത് എലിജിബിൾ അല്ല. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിന് അല്ലെങ്കിൽ ഡിഫൻസിന്, പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്കും എടുക്കാൻ പറ്റും. അവർക്ക് മിനിമം 4 സ്റ്റേറ്റിലെങ്കിലും അവരുടെ ഓഫീസ്, ബിസിനസ്സിൻ്റെ ഓഫീസ് വേണം. അങ്ങനെയുള്ളവർക്കൊക്കെയാണ് BH രജിസ്ട്രേഷൻ ചെയ്യുന്നത്. എല്ലാ സ്റ്റേറ്റിലും ഇപ്പോൾ അത് അവൈലബിൾ ആയിട്ടില്ല. കേരളത്തിലും അതുപോലെ തമിഴ്നാട്, കർണാടക, ഡൽഹി തുടങ്ങിയ കുറച്ച് സ്റ്റേറ്റുകളിലാണ് ഇപ്പോൾ BH രജിസ്ട്രേഷൻ നൽകുന്നത്. അതുപോലെ തന്നെ പബ്ലിക് വെഹിക്കിൾസിന് രജിസ്ട്രേഷൻ നൽകുന്നതല്ല. പ്രൈവറ്റ് വെഹിക്കിൾസ് ആയിട്ടുള്ള കാറ്, അതുപോലെ തന്നെ സ്കൂട്ടർ, ബൈക്ക് തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ BH രജിസ്ട്രേഷൻ നൽകുന്നത്. കൂടാതെ ഏത് വർഷമാണോ നമ്മൾ BH എടുക്കുന്നത് ആ ഒരു BH നമ്പറിന് തൊട്ട് മുമ്പായിട്ട് കാണും. ഉദാഹരണത്തിന് 2025 നമ്മൾ ആ ഒരു വണ്ടി എടുത്തെങ്കിൽ 25 BH എന്നായിരിക്കും ഒരു വണ്ടി നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ ഇന്ത്യയിലെമ്പാടും BH വാഹനങ്ങളുമായിട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ടാക്സ് 2 വർഷത്തിലൊരിക്കലാണ് അടയ്ക്കേണ്ടത് കേട്ടോ. ബൈ.